നെക്സ്റ്റ് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ജാവേൻ്റെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റും ക്ലാസ്സും ആണെന്നറിയാം. അപ്പം നമ്മൾ എന്ത് എഴുതുമ്പോഴും അത് ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലാസ്സിൻ്റെ ഉള്ളിൽ വേണം ഡിഫൈൻ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അപ്പർ ലെറ്റർ, അതായത് അപ്പർ കേസ് ലെറ്ററിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ജാവയുടെ സ്റ്റാൻഡേർഡ് നെയിമിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തുടങ്ങുന്നത് അപ്പർ കേസ് ലെറ്ററിലായിരിക്കണം. ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ലോവർ കേസ് കൊടുക്കുന്നതും അപ്പർ കേസ് കൊടുക്കുന്നതും രണ്ടായിട്ടേ എടുക്കുള്ളൂ. ഇപ്പം ഞാൻ ക്ലാസ്സിൻ്റെ പേര് സാമ്പിൾ സ്മോൾ ലെറ്ററിൽ സാമ്പിൾ എഴുതി കൊടുത്തു വിചാരിക്കും. അതായത് ഇതിൽ സാമ്പിളിൻ്റെ എസ് ക്യാപിറ്റൽ ലെറ്റർ, സാമ്പിൾ സ്മോൾ ലെറ്റർ കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഈ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ, ഒന്നായിട്ട് എടുക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അതായത് അപ്പർ കേസ് വേറെ തന്നെ ലോവർ കേസ് വേറെ ആയിട്ട് എടുക്കുള്ളൂ. ഇനി കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. അപ്പം ഇനി എന്ത് എഴുതുമ്പോഴും ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം കേളി ബ്രേസ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഇനി വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ മെത്തേഡ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ മെയിൻ മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർജിസ് എന്ന് കൊടുക്കണം. അതിൽ പബ്ലിക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഈ ഒരു ക്ലാസ്സിന് മാത്രമല്ല ആക്സസ് ചെയ്യാൻ പറ്റുക, പുറമെയുള്ള ക്ലാസ്സിന് കൂടി എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സസ് സ്പെസിഫയർ ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രൊട്ടക്റ്റഡ് ആണ്. വേറെ ഏത് ക്ലാസ്സിന് വേണമെങ്കിലും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അർത്ഥം. ഇനി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് അല്ല. ഈ ഒരു എൻ്റയർ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. ഈ മെയിൻ എന്താണെന്ന് പറയാം, നമ്മുടെ മെയിൻ മെത്തേഡാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെ മുതലാണെന്ന് നമ്മുടെ ഇൻ്റർപ്രെറ്റർ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ജാവയിൽ ഒന്നിലധികം ക്ലാസ് ഉണ്ടാവാം, പക്ഷേ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ഒരു മെയിൻ മെത്തേഡ് ഉണ്ടാവും. അതായത് ആ പ്രോഗ്രാമിൽ ഒറ്റൊരു മെയിൻ മെത്തേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. മെയിൻ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാം എവിടെ തുടങ്ങണമെന്ന് കാണിക്കുന്നത് ഈ ഒരു മെയിൻ മെത്തേഡാണ്. ഇനി മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സ്ട്രിങ് ആർജീസ് എന്നുണ്ട്. സ്ട്രിങ് ആർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ടൈപ്പ് അറേനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അറേയുടെ പേര് ആർജീസ്. അതായത് ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറേ ഓഫ് ഒബ്ജക്റ്റ് ഓഫ് സ്ട്രിങ് ടൈപ്പ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു മെത്തേഡിൻ്റെ ഉള്ളിൽ വേണം ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ, പിന്നെ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ ജാവ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ CPPയിലെ സി ഔട്ട് എന്താണോ ചെയ്യുന്നത് സെയിം കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ചെയ്യുന്നത്. ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച ക്ലാസ്സാണ്. ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ ഒബ്ജക്റ്റാണ്. ഡോട്ട് പ്രിൻ്റ്എൽഎൻ, അതായത് പ്രിൻ്റ്എൽഎൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിലെ മെത്തേഡ്, പ്രിൻ്റ്എൽഎൻ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ജാവയിൽ എന്തിനെങ്കിലും പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ജസ്റ്റ് ജാവ എന്ന് മാത്രമായിരിക്കും. ഏതാ ഔട്ട്പുട്ടായിട്ട് വരിക? ഈ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ജാവയിൽ പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ക്ലാസ് വെച്ചിട്ട് എഴുതുക. ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു. ക്ലാസ്സിൻ്റെ പേര് എപ്പോഴും അപ്പർ കേസ് ലെറ്ററിലായിരിക്കും തുടങ്ങേണ്ടത്. പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഈ ഒരു കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യും. അതായത് ലാസ്റ്റ് ലൈൻ സ്റ്റേറ്റ്മെൻറ്റിൽ ലാസ്റ്റ് ലൈൻ എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം?
മെയിൻ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മെയിൻ മാത്രമല്ല എഴുതേണ്ടത്, പബ്ലിക്, സ്റ്റാറ്റിക്, വോയിഡ്, മെയിൻ തന്നെ കൊടുക്കണം. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് അൺപ്രൊട്ടക്റ്റഡ് ആണ്, ഈ പുറമേയുള്ള ഏത് ക്ലാസ്സിന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടല്ല ഈ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു എൻ്റയർ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ. ഈ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെത്തേഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ. മെയിൻ മെത്തേഡ് മുതലാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുക. സ്ട്രിങ് ആർജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റിൻ്റെ അറേനെയാണ് കാണിക്കുന്നത്. ആ ഒരു അറേയുടെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു നമ്മളെ കേർലി ബ്രേസിൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ എന്താ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളത്. ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ൽ ഉപയോഗിക്കുന്ന സി ഔട്ട് എന്താണോ ചെയ്യുക അതേ കാര്യമാണ് ചെയ്യുക. ഇപ്പോൾ രണ്ട് രീതി, അതായത് ഇവിടെ ഇപ്പോൾ പ്രിൻ്റ് എൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് എന്നും കൊടുക്കാം, അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്നും കൊടുക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എന്നും കൊടുക്കാം. അപ്പോൾ ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതായിരിക്കും എന്ത് ഔട്ട്പുട്ടായിട്ട് വരിക. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്ക്. സെയിം സാധനം ക്ലാസ്സിൻ്റെ പേര് കൊടുത്ത് ഇവിടെ ഡിഫറൻസ് എന്താ ഉള്ളത്, നേരത്തെ നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെന്ന് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാമിൽ എന്താ കൊടുത്തിരിക്കുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞത്, രണ്ടും പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ ഉണ്ടാവുക, ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഒരു ഹലോ എന്ന് എഴുതിയിരിക്കുന്നത്, അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഇവിടെ പ്രിൻ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ഇവിടെ പ്രിൻ്റ് എൽ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പ്രിൻ്റ് എൽ അല്ല ഉള്ളത്. പ്രിൻ്റ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാവാന്ന് പ്രിൻ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേഴ്സർ എന്ത് ചെയ്യും, ഇവിടെ വന്ന് നിൽക്കും, നെക്സ്റ്റ് ലൈനിൽ വന്ന് നിൽക്കും. പ്രിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കേഴ്സർ എവിടെ ഉണ്ടാവും, ഈ ഒരു ഹലോ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കേഴ്സർ വന്ന് നിൽക്കും. ഓക്കെ. നെക്സ്റ്റ് ലൈനിലല്ല, അതിൻ്റെ എൻഡിൽ വന്ന് നിൽക്കും. ഇതാണ് പ്രിൻ്റും പ്രിൻ്റ് എല്ലും തമ്മിലുള്ള വ്യത്യാസം. അതായത് പ്രിൻ്റ് എല്ലിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഴ്സർ ന്യൂ ലൈനിൽ വരും, പ്രിൻ്റിൻ്റെ കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യിപ്പിച്ച ശേഷം എൻഡിൽ വരും. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എനിക്കൊരു വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നേരത്തെ പോലെ തന്നെ ക്ലാസ്സിൻ്റെ പേര് സാമ്പിളാണ്. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ്, അതായത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അൺപ്രൊട്ടക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടല്ല, ആ ഒരു എൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെത്തേഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നത് ആ ഒരു മെത്തേഡിൽ നിന്നാണ്, അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ. സ്ട്രിങ് ആർജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ടൈപ്പ് ഓഫ്, പിന്നെ അത് സ്ട്രിങ് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് കാണിക്കാൻ വേണ്ടി. ഇതൊരു അറേ ആണ്. അറേ ഏത് ടൈപ്പ്, സ്ട്രിങ് ടൈപ്പ് അറേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ് ആർജിസ് എന്നാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ CPP ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ വേരിയബിളിനെല്ലാം ഡിഫൈൻ ചെയ്യുക, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എ എന്ന് പറയുന്നൊരു വേരിയബിളിനെ ഇൻറ്റീജർ ടൈപ്പ് വേരിയബിളിനെ ഡിഫൈൻ ചെയ്തു. ആ എക്ക് എന്ത് കൊടുത്തു, 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ എയുടെ വാല്യൂ എന്താ, 10. എന്നിട്ട് ഇതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിൻ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ, ഇല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് കൊടുക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എന്ന് കൊടുക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്നും കൊടുക്കാം. എന്ത് ചെയ്തു, എനിക്ക് ഈ ഒരു ഔട്ട്പുട്ടാണ് വേണ്ടത്, വാല്യൂ ഓഫ് എ 10 എന്ന് പറഞ്ഞ് വരണം. അപ്പോൾ അങ്ങനെ കൊടുക്കും, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വാല്യൂ ഓഫ് എ എന്ന് കൊടുത്തു. അപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്ത സാധനം അതുപോലെ തന്നെ വന്നു, വാല്യൂ ഓഫ് എ. ഇനി എന്ത് വേണം, എനിക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പം ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലസ് എന്ത് കൊടുത്തു, എ. 10 എൻ്റെ വാല്യൂ അല്ലേ വേണ്ടേ. അപ്പോൾ 10 എന്ന് ഇവിടെ എഴുതിയാൽ കിട്ടൂല നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ എയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ 10 എന്ന് കൊടുത്തതുകൊണ്ടാണ് നമുക്ക് 10 വരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ എക്ക് എന്താണ് വാല്യൂ കൊടുക്കുന്നത് ആ വാല്യൂ വേണം ഇവിടെ വരാം. അപ്പം വാല്യൂ ഓഫ് എ പ്ലസ് ഇതിൻ്റെ വാല്യൂ വേണ്ടേ, എയുടെ വാല്യൂ അല്ലേ വേണ്ടേ. അപ്പോൾ പ്ലസ് എ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും, വാല്യൂ ഓഫ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു വരും. മനസ്സിലായോ? ഓക്കെ. ഇനി ഇപ്പം എനിക്ക് അതായത് ഇതിൻ്റെ കൂടെ ഇപ്പം വേറൊരു 2 സ്റ്റേറ്റ്മെൻറ്റിനെ ജോയിൻ ചെയ്യിപ്പിച്ച് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ സിയിൽ നമ്മൾ കൊമ എ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതായത് ആ ഒരു വാല്യൂ അവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പ്ലസ്സും വരിക. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂവിനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അപ്പൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്ലസിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഇപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ഹലോ
ഡബിൾ കോട്സിനുള്ളിൽ ഹലോ പ്ലസ് ജാവ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ ഉണ്ടാവുക? ഡബിൾ കോട്സിനുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹലോ, പിന്നെ എന്ത് ചെയ്യണം? ജാവ. ഡബിൾ കോട്സിനുള്ളിൽ എന്താണുള്ളത്? ജാവ. ഈ പ്ലസ് ഔട്ട്പുട്ടിൽ വരില്ല. ഈ പ്ലസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അതന്നെ ചെയ്തത്. എന്താണ്? വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞു, പ്ലസ് ഏതാണ്? ഈ എയുടെ വാല്യൂ എന്താണോ അതും കൂടി ജോയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് വരിക. ഇപ്പം ഈ ഒരു പ്രോഗ്രാമിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോട്സിലൊന്നും അല്ല കൊടുത്തത്, അതുകൊണ്ട് അവിടെ 10 എന്ന് പറഞ്ഞ വാല്യൂ വന്നത്. ഇപ്പം ഞാനിവിടെ എക്ക് ഡബിൾ കോട്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? ഇവിടെ 10ന് പകരം ഡബിൾ കോട്സിനുള്ള എയിലുള്ളത് എ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എനിക്ക് വാല്യൂ, ഈ എയുടെ വാല്യൂ വേണമെങ്കിൽ എന്ത് കൊടുക്കാൻ പാടില്ല? ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ അത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ എഴുതണം. അതായത് ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ മാത്രമുള്ള പ്രോഗ്രാം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാല്യൂസിനെ ഡിഫൈൻ ചെയ്യുക. അതായത് ഇൻറ്റീജർ ടൈപ്പ് 2 വാല്യൂസിനെ ഡിഫൈൻ ചെയ്യുക. എ = 10, ബി = 20. എന്നിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. സമ്മ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, വേറെ വേരിയബിളിനെ കൂടി ഡിഫൈൻ ചെയ്താൽ മതി. അതായത് ഇൻറ്റീജറിൽ സി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾക്കറിയാം. സി = a + b എന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റും കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസും കണ്ടുപിടിക്കുക. എന്നിട്ടോ ഈ 3 റിസൾട്ടും നമ്മൾ system.out.println യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എഴുതിയതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നും കൂടി എനിക്ക് ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം ഓരോ ആൾക്കാരും. ഇനി ഒരു ജാവ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിൽ എടുക്കുക, നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുത്തിട്ട് നമ്മൾ പ്രോഗ്രാം, ഒരു സിമ്പിൾ പ്രോഗ്രാം, അതായത് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതായത് ക്ലാസ്സിൻ്റെ പേര് സാമ്പിൾ, പിന്നെന്താ സാമ്പിൾ, അത് ക്ലാസ്സിൻ്റെ നെയിം എസ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററിൽ, പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർജീസ് ES ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ system.out.println S ക്യാപിറ്റൽ ലെറ്റർ. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ക്ലിക്ക് ചെയ്യുക, ദെൻ സേവ് കൊടുക്കുക. ഇപ്പോൾ സേവ് കൊടുക്കുമ്പം നമ്മൾ ക്ലാസ്സിന് എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ പേര് വെച്ചിട്ട് വേണം സേവ് ചെയ്യാൻ. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങളെ ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ജാവയിൽ നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ മെയിൻ ക്ലാസ്സിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിലാകെ ഒറ്റൊരു ക്ലാസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അതായത് മെയിൻ ഫംഗ്ഷനുള്ള ക്ലാസ്സിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നിലധികം ക്ലാസ് വരുമ്പോൾ നിങ്ങൾ എന്താ നോക്കണ്ടേ? മെയിൻ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിൻ്റെ ഉള്ളിലാണോ വരുന്നത്, അത് മെയിൻ മെത്തേഡ് ഏത് ക്ലാസ്സിൻ്റെ ഉള്ളിലാണോ വരുന്നത് ആ ക്ലാസ്സിൻ്റെ പേര് വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? ക്ലാസ്സിൻ്റെ പേര് സാമ്പിൾ. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് എസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സേവ് ക്ലിക്ക് ചെയ്തു. ദെൻ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് നോക്കുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. സോ ഡെസ്ക്ടോപ്പ് എടുത്തു, ക്ലിക്ക് ചെയ്തു. എന്നിട്ട് പേരെന്താണ്? മെയിൻ ക്ലാസ്സിൻ്റെ പേര്, അതായത് മെയിൻ മെത്തേഡുള്ള, അതായത് മെയിൻ ഫംഗ്ഷനുള്ള ക്ലാസ്സിൻ്റെ പേര് എന്താണ്? സാമ്പിൾ. സാമ്പിൾ എസ് ക്യാപിറ്റൽ ലെറ്ററാണ്, അതുപോലെ തന്നെ കൊടുക്കുക. സാമ്പിൾ ജാവ പ്രോഗ്രാം ആയതുകൊണ്ട് ഡോട്ട് ജാവ. ഓക്കെ, എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തായി? നമ്മളെ പ്രോഗ്രാം സേവായി. സാമ്പിൾ എന്ന് പറയുന്ന പേരിൽ സേവായി, അതായത് മെയിൻ ക്ലാസ്സിൻ്റെ പേരിൽ അങ്ങ് സേവായി. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ പ്രോഗ്രാം റൈറ്റ് സേവ് ചെയ്ത് ഇനി നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം എല്ലാ സിസ്റ്റത്തിലും കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുക? ഇവിടെ റൺ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ബോക്സിനകത്ത് എന്ത് വരും? CMD എന്ന് വരും. ആ CMD ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ റൺ ചെയ്യേണ്ട കമാൻഡ് പ്രോംപ്റ്റ് കിട്ടി. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൺ ചെയ്യേണ്ടത്. അപ്പോൾ റൺ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ജാവ പ്രോഗ്രാം എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ പാത്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് പാത്തിനെ എടുക്കാൻ വേണ്ടിയിട്ട് CD വെച്ചിട്ട് കൊടുക്കാം. CD എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. സോ എന്ത് കൊടുക്കുക? CD ഡെസ്ക്ടോപ്പല്ലേ? ഡെസ്ക്ടോപ്പ്. അപ്പോൾ ഇപ്പോൾ എന്തായി? അതായത് നമ്മളെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ പ്രോഗ്രാമിനെ ആദ്യം കമ്പയർ ചെയ്യണം.
കമ്പൈൽ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം കമ്പൈൽ ചെയ്യാനുള്ള കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ ജാവ കമ്പൈലർ. ഓക്കെ, നമ്മുടെ പേരെന്തേലും പ്രോഗ്രാമിൻ്റെ സാമ്പിൾ എന്നല്ലേ, അപ്പം എങ്ങനെയാണോ പേര് കൊടുത്തത് അതേപോലെ തന്നെ കൊടുക്കണം. എസ് ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു. അപ്പോൾ സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, എൻ്റർ കൊടുക്കുക. എററൊന്നുമില്ല, എറർ ഉണ്ടെങ്കിൽ ഇവിടെ എറർ കാണിക്കും. ഇനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജാവാസി സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, അപ്പോൾ അത് കൊടുത്ത സമയത്ത് ഇവിടെ ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ആവും. നോക്കിയേ, സാമ്പിൾ ഡോട്ട് ക്ലാസ് എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ആവും. ഇത് നമ്മളെ പ്രോഗ്രാം ഇപ്പം ഞാൻ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഏത് സാമ്പിൾ ഡോട്ട് ക്ലാസ് എന്ന് പറയുന്ന ഫയൽ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, പെൻ ഡ്രൈവിലൊക്കെ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് റൺ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഈ ക്ലാസ് ഫയൽ ജനറേറ്റ് ചെയ്യുന്നത്, സാമ്പിൾ ഡോട്ട് ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമൻറ്റ് ജാവ ഫയൽ നെയിം എന്തായിരുന്നു, സാമ്പിൾ എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് വന്നു, ഹലോ. അതായത് നമ്മുടെ പ്രോഗ്രാം എന്താ, ഹലോ അല്ലേ. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കിയോ, ഇവിടെ പ്രിൻ്ററിൻ്റെ ഇടയിൽ എന്താ ഉള്ളത്, ഹലോ എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ത് വന്നു, ഹലോ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പം ഇങ്ങനെയാണ് ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യേണ്ടത്. ഓക്കെ.